മുസ്ലിം ലീഗിന് കുറച്ച് വെല്ലുവിളികളുണ്ടാകും. കാരണം കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജമാഅത്തുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ഇലക്ഷൻ കഴിയട്ടെ എന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. കാരണം ജമാഅത്ത് എടുക്കുന്ന നിലപാടുകൾക്ക് അതിനോട് യോജിക്കാൻ പലപ്പോഴും മുസ്ലിം ലീഗിന് കഴിയില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജമാഅത്തുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് ഒരുപക്ഷെ അടുത്ത ലോക്സഭ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിനിടയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്, അതിൻ്റെ പാറ്റേൺ വേറെയാണ്. അവിടെ ഇടതുപക്ഷത്തിന് പ്രാദേശികമായ വലിയ ശക്തിയുണ്ട്. BJPക്ക് ചില കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പാറ്റേൺ അതേപോലെ അസംബ്ലിയിൽ വരണമെന്നില്ല. പക്ഷേ അസംബ്ലിയിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജമാഅത്തയുടെ പിന്തുണ ഇല്ലാതെ മുസ്ലിം ലീഗ് UDF മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതെങ്ങനെ, പ്രത്യേകിച്ച് UDF ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുത്തുകൊണ്ട് നന്നായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുമ്പോഴും ചെല്ലുമ്പോഴും ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല, ഘടനാപരമായി UDF ഇപ്പോഴും ദുർബലമാണ്. അവർ കൂടെ വോട്ട് പിടിക്കുന്ന കക്ഷികളില്ല. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ആരാ ഉള്ളത്? ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തി എത്രയാണ് നമുക്കറിയാം. ഒരു പക്ഷേ മാണി ഗ്രൂപ്പ് വന്നാലേ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ LDF ഘടനാപരമായി വളരെ വളരെ ശക്തിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ ട്രെൻഡ് മാറുമ്പോഴും ഈ മധ്യ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലുമെല്ലാം വോട്ടുകൾ മാറ്റിയെടുക്കണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ രണ്ടു ഭാഗങ്ങളും UDFിലേക്ക് വന്നാലേ അതിലെന്തെങ്കിലും അർത്ഥമുള്ളൂ. ഈ മുന്നണിയുടെ ദുർബലത UDFനെ കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല BJP കൊണ്ടുപോകുന്ന പ്രസക്തി വോട്ടുകൾ, ആ വോട്ടുകൾ വലിയ പരിധി വരെ അസംബ്ലി ഇലക്ഷനിൽ വരുമ്പോൾ UDFന് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള പ്രയാണത്തിൽ ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെ മാറും? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, UDF നിലമ്പൂർ പിടിച്ചടക്കിയാൽ UDFൻ്റെ മൊറയിൽ വർദ്ധിക്കും.